ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അപ്പോൾ എനിക്കിന്നൊരു കിട്ടിയിരുന്ന ഒരു മെസ്സേജ് എന്നെ അത്ഭുതപ്പെടുത്തി. എന്നെ നിരന്തരം ചീത്ത പറഞ്ഞുകൊണ്ട് വെല്ലുവിളികൾ നടത്തിക്കൊണ്ട് നീയൊന്നും വിചാരിച്ച അല്ലെങ്കിൽ നിൻ്റെ അച്ഛൻ വിചാരിച്ചു കഴിഞ്ഞാലും ഈ കമ്പനിയെ പൂട്ടിക്കാൻ പറ്റില്ല, കമ്പനി തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ജസീർ എന്ന് പറഞ്ഞ അദ്ദേഹം എൻ്റെ ഇന്നലെ ഒരു കുരുമുളക് പറിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഒക്കെ ഇട്ട കമൻ്റാണ്. ഹൈറിച്ചിനെ നീ പൂട്ടിച്ചില്ലേ, തമ്പ് സന്തോഷമായില്ലേ കോപ്പേ. ഇത് ഒരുപാട് പേരുടെ കണ്ണീർ തന്നെ പിന്തുടരും, നോക്കിക്കോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇദ്ദേഹം ഒക്കെ നമ്മുടെ പണ്ടത്തെ ദൂരദർശനിലെ സിനിമ സംവിധായകനും നടനുമൊക്കെയായ മധുമോഹൻ്റെ ലൈനിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. മധുമോഹൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുണ്ടൊക്കെ മാടി കുത്തിയിട്ട് ചോദിക്കാൻ പോകുന്നത് ഇതിനൊക്കെ ദൈവം തരുവിടാന്ന് പറയാം. അതുപോലെയുള്ള പ്രാക്കലിലേക്ക് സാധാരണ ഇതൊക്കെ ജസീറെ സാധാരണ പെണ്ണുങ്ങളാണ് ഇതൊക്കെ ഏറ്റെടുത്തിരിക്കുന്നത്. ഒരുപാട് പെണ്ണുങ്ങളാണ് ഇതൊക്കെ ഇത്തരത്തിൽ രീതിയിലുള്ള മറുപടികളൊക്കെ തരുന്നത്. അപ്പോൾ നിങ്ങളെപ്പോലെയുള്ള ആണുങ്ങളും ഇത് മാത്രമാണ് നിങ്ങൾക്കൊക്കെ ഇപ്പോൾ പറയാൻ പറ്റുന്നത് എന്നാണ്. എന്താണ് ഒരു തട്ടിപ്പ് കമ്പനി ഇത്രയും ആൾക്കാരെ കണ്ണി ചേർത്തിട്ട് അവർക്ക് ചില വരുമാനം നൽകിയിട്ട് അവസാനം അതിൻ്റെ തുക എന്ന് പറയുന്നത് 135 കോടി രൂപ FDയിലും പിന്നെ 76 കോടി രൂപ ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ സേവിങ്സ് ആയിട്ടും കിടക്കുന്നു. പിന്നെ ഈ 3-4 വർഷം ഇവർ അർമാദിക്കുന്നു, ജീവിതം ആഘോഷിക്കുന്നു. എങ്ങനെ? നിങ്ങളെ പോലെയുള്ള ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് നിങ്ങളുടെ തന്നെ പൈസ എടുത്തിട്ട് നിങ്ങൾക്ക് തന്നെ തന്നിട്ട് കമ്പനി തരുന്നതാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പറ്റിക്കുകയായിരുന്നു. അത് ആ ഒരു വിശ്വാസം നേടിയെടുത്തതിന് ശേഷം 10,000 ഇട്ടവൻ 1 ലക്ഷം ഇടുന്നു, 1 ലക്ഷം ഇട്ടവൻ 10 ലക്ഷം ഇടുന്നു, 10 ലക്ഷം ഇട്ടുകൊണ്ടിരുന്നവൻ 1 കോടി ഇടുന്നു, 4 കോടി വരെ ഇട്ട ആൾക്കാർ ഇതിലുണ്ട് എന്നതാണ്. 4 കോടി ഇട്ടവർ, 3 കോടി ഇട്ടവർ, 2 കോടി ഇട്ടവർ, നിങ്ങളൊക്കെ ഈ കോടിക്കണക്കിന് രൂപ ഇടാൻ വേണ്ടിയിട്ട് മത്സരിക്കുകയായിരുന്നു എന്നതായിരുന്നു സത്യം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളൊക്കെ നിക്ഷേപിച്ചിരുന്നത്, ഇവരെ ഏൽപ്പിച്ചിരുന്നത് ലോൺ എടുത്ത പൈസയും ബാങ്കുകളിൽ FD ആയിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ ജീവിതത്തിൽ സ്വരുക്കൂട്ടി വെച്ചിരുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് ഇട്ട പൈസയും ഒക്കെ ആയിരുന്നു. കടം മേടിച്ചതും ലോൺ എടുത്തതും FD ഇട്ടതും ഒക്കെയുള്ള പൈസയായിരുന്നു നിങ്ങൾ എടുത്തിട്ട് ഇവർക്ക് കൊടുത്തത്. ഇവരെന്താണ് ചെയ്തത്? ഇവർ ചെയ്തത് ഒരാളുടെ പേരിൽ തന്നെ ഒരു ബാങ്കിൽ 8-10 അക്കൗണ്ടുകൾ ഉണ്ടാക്കുകയും മക്കളുടെ പേരിൽ FD ഇടുകയും ഒക്കെയാണ് ചെയ്തിരുന്നത്. നിങ്ങളുടെ പണം നിങ്ങളുടെ മക്കളുടെ പേരിൽ ബാങ്കിൽ FD ഇട്ടാൽ പൊളിക്കുമായിരുന്നു എന്നാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത്. എന്തിനാണ് ഏതോ തട്ടിപ്പുകൾ മാത്രം ജീവിതത്തിൽ ചെയ്ത് പരിചയമുള്ള ആൾക്കാരെ നിങ്ങൾ ഇത്രയും വിശ്വസിച്ചിട്ട് നിങ്ങളുടെ ബാങ്കുകളിലെ പണം വിഡ്രോ ചെയ്തിട്ട് വീടിൻ്റെ ആധാരങ്ങൾ പണയപ്പെടുത്തിയിട്ട് നിങ്ങൾ പൈസ ഉണ്ടാക്കിയിട്ട് ഇവർക്ക് കൊടുത്തത്? ലജ്ജ തോന്നുന്നില്ലേ? അപ്പോൾ മറ്റൊന്നും ചിന്തിക്കേണ്ട. ഞാൻ ഈ വീഡിയോയിലും പറയുന്നത്, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. ഇതൊരു അനുഭവം ആയിട്ട് മാത്രം എടുക്കുക. ജീവിതം ഒരുപാടുണ്ട്. ജീവിതം ഇനിയും ഇതുപോലെയുള്ള തട്ടിപ്പുകാർ നിങ്ങളെ തേടി വരും. അപ്പോഴൊക്കെ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാനുള്ള, ഇതിനേക്കാൾ വലിയ തട്ടിപ്പുകൾ ചിലപ്പോൾ നിങ്ങളെ തേടി വരും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാനുള്ള അനുഭവമായിട്ട് ഈ ഒരു തട്ടിപ്പിനെ ജീവിതത്തോടൊപ്പം കൂട്ടുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഒരു വെള്ള പേപ്പറിൽ ഇന്ന ആൾ പ്രകാരം ഞാൻ ഇന്ന കമ്പനിയിൽ ഇത്ര ലക്ഷം രൂപ നിക്ഷേപിച്ചിട്ടുണ്ടെന്നും എനിക്ക് ഇത്ര രൂപ മാത്രമേ തിരിച്ചു കിട്ടിയില്ലെന്നും ബാക്കി എനിക്ക് കിട്ടിയില്ല എന്നും എന്നെ വഞ്ചിച്ചു എന്നും പറഞ്ഞുകൊണ്ട്
നിങ്ങളുടെ ലീഡർക്കെതിരെയും നിങ്ങളുടെ ദൈവങ്ങളായിട്ട് നിങ്ങൾ കണക്കാക്കിയ ദൈവങ്ങൾക്കെതിരെയും കമ്പനിക്കെതിരെയും കേസ് ഫയൽ ചെയ്യുക. അല്പം വൈകിയാലും 1-2 വർഷങ്ങൾക്കപ്പുറമെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങൾ മുടക്കിയ തുകയിൽ ഒരു വലിയ ശതമാനം സംഖ്യയെങ്കിലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതായിരിക്കും. അത് നിയമത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ നിയമ നടപടികളുടെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ കമ്പനി പൂട്ടിയതും നിങ്ങളുടെ പണങ്ങളൊക്കെ ഇപ്പോൾ സർക്കാർ അല്ലെങ്കിൽ ഏജൻസികളുടെ നിർദ്ദേശപ്രകാരം ഫ്രീസ് ചെയ്തിരിക്കുന്നതും. അപ്പോൾ അതേ നിയമപ്രകാരം തന്നെ നിങ്ങൾക്ക് നിക്ഷേപകർക്ക് പണം തിരികെ ലഭിക്കാനുള്ള വകുപ്പുകളും ആ നിയമത്തിലുണ്ട് എന്നോർക്കുക. അതുകൊണ്ട് ഇതൊരു പുതിയ നിയമമാണെന്നും മറ്റുള്ള കേസുകളെ നിങ്ങൾ കമ്പയർ ചെയ്യരുത് എന്നുള്ള അപേക്ഷയാണ്. അതുകൊണ്ട് ആരും തന്നെ വലിയ നിക്ഷേപം നടത്തിയവർ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞു എന്ന് ഒരിക്കലും കരുതരുത്. ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും കമ്പനിയുടെ ബാക്കി വന്ന തുകയിൽ നിന്ന് അർഹമായ വിഹിതം ലഭിക്കാൻ വേണ്ടി നിങ്ങൾക്കും അർഹതയുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇനിയുള്ളത് മുൻകൂർ ജാമ്യാപേക്ഷ മാത്രമാണ്. ഈ ഒരു സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയുടെ ഗതി എന്താവുമെന്ന് നിങ്ങൾക്കും ഊഹിക്കാവുന്നതേയുള്ളൂ. അത് കോടതി തള്ളുക മാത്രമേ ചെയ്യുകയുള്ളൂ. 2 ദിവസം നീണ്ടുനിന്ന റെയ്ഡിൻ്റെ ഫലങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ചെലവഴിച്ചതെന്നും മറ്റു കാര്യങ്ങളും നമ്മുടെ ശ്രീനാഥ് പ്രതാപനും ഉത്തരം പറയേണ്ടതായുണ്ട്. ആ ഉത്തരം നിങ്ങളുടെ വലിയ വലിയ ലീഡർമാരിലേക്കും എത്തുന്നതായിരിക്കും. അവരാണ് നിങ്ങളിൽ നിന്ന് പണം കളക്ട് ചെയ്തത്. ചിലർ അവരുടെ കമ്പനിയിൽ തന്നെയാണ് നിക്ഷേപിച്ചിരുന്നത് എന്ന കാര്യവും നിങ്ങൾ ഓർക്കുക. പിൻ മാത്രമേ അല്ലെങ്കിൽ ID മാത്രമേ ഹൈറിച്ചിൻ്റെ ID ഉള്ളൂ. ബാക്കിയുടെ പണത്തിൻ്റെ ക്രയവിക്രയമൊക്കെ ചെയ്തിരുന്നത് ഇവരാണ്. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല, ഇനിയൊന്നും വരാനുമില്ല. അപ്പോൾ 3 തരത്തിലുള്ള ഇവർ തന്നെ ഫോർവേഡ് ചെയ്യുന്ന കണക്കാക്കിയാൽ 3 തരത്തിലുള്ള കേസുകളാണ് ഈ കമ്പനിക്കെതിരെ ഇപ്പോൾ നിലനിൽക്കുന്നത്. ഒന്ന് പോലീസ് എടുത്തിരിക്കുന്ന കേസ്, രണ്ടാമത് പഡ്സ് അതോറിറ്റിയുടെ കേസ്, മൂന്നാമതായിട്ട് EDയുടെ കേസ്. ഇനിയിപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെയോ CBIയുടെയോ കേസ് വരുമോ എന്ന് കണ്ടറിയാം. ഇപ്പോൾ ബൈ.